എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു ഫയൽ തിരഞ്ഞെടുക്കുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ ആ വ്യക്തി നിങ്ങളെ തേടി വരുമെന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. 2 ഫയലുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫയൽ ആ വ്യക്തിയെ ഓർത്ത് തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ ഈ ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തി നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ തേടി എത്തുക എന്നുള്ളതിനാണ്. ആ വ്യക്തി നിങ്ങളെ അന്വേഷിച്ച് തുടങ്ങുന്നതാണ്. ഇത്രയും കാലം നിങ്ങൾ ആ വ്യക്തിയുടെ പുറകെ നടന്നിട്ടും ആ വ്യക്തി നിങ്ങളെ തേടി വന്നില്ല, നിങ്ങളെ ഇഷ്ടപ്പെട്ടു വന്നില്ല. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഒരാഗ്രഹം ജനിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ആ ആഗ്രഹം ഉണ്ടാകുന്നു. നിങ്ങളൊരുപാട് ആ വ്യക്തിയെ ആഗ്രഹിച്ചിരുന്നു, നിങ്ങളൊരുപാട് ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടിരുന്നു. ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിലൊരു ബന്ധം ദൃഢമായി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് യാതൊരു പരിധിയും ഉണ്ടായിരുന്നില്ല. പലപ്പോഴും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങൾ എപ്പോഴും നിങ്ങൾ കാത്ത് സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങൾ കാത്ത് സൂക്ഷിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ. എപ്പോഴും ആ വ്യക്തി കൂടെ ഉണ്ടാകണമെന്ന്, എപ്പോഴും ആ വ്യക്തി നിങ്ങൾക്കൊപ്പം ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അത് നിങ്ങളുടെ പ്രണയത്തിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു. നിങ്ങൾ ആ വ്യക്തി അത്രത്തോളം ഇഷ്ടപ്പെടുകയും നിങ്ങൾ ആ വ്യക്തി അത്രത്തോളം സ്നേഹിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ എപ്പോഴും ആ വ്യക്തി ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും ഉണ്ടാകണമെന്ന് നിങ്ങളും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ പലപ്പോഴും ആ വ്യക്തി നിങ്ങളെ മൈൻഡ് ചെയ്തിരുന്നില്ല, നിങ്ങളുടെ വിളികൾക്ക് മറുപടി നൽകിയിരുന്നില്ല. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ സ്നേഹിക്കാൻ ആ വ്യക്തി ഇതുവരെ തയ്യാറായില്ലായിരുന്നു. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ അതൊരു വേദനയായിട്ടിരുന്നു. നിങ്ങളുടെ ശക്തിയോട് ഒരുപാട് തവണ പ്രാർത്ഥിച്ചിരുന്നു. ആ വ്യക്തി എന്നെ ഒരിക്കലെങ്കിലും ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ, ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ. നിങ്ങളുടെ മനസ്സിലത് എപ്പോഴും നിങ്ങൾ തേടിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്, വലിയ താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് സാധ്യമാകുകയാണ്. ആ വ്യക്തി നിങ്ങളെ അത്ഭുതത്തോടെ വിളിക്കും. നിങ്ങൾക്ക് തന്നെ അത്ഭുതം ഉണ്ടാവും. ആ വ്യക്തി എങ്ങനെ എൻ്റെ ഇഷ്ടപ്പെടാൻ തുടങ്ങി, എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം, നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള ആ ഒരു തൃഷ്ണ ഉണ്ടാകുകയും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അത് നിങ്ങളുടെ ശക്തിയിൽ നിന്നുള്ളൊരു സമ്മാനമായിട്ട് നിങ്ങൾക്കതിനെ കരുതാം. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, മറ്റു ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി സംഭവിക്കുകയും ചെയ്യും. അടുത്തതായിട്ട് 2ാമത്തെ ഫയൽ, നിങ്ങളെപ്പോഴും അവഗണിച്ച ഒരാൾ, പക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളൊരാൾ സ്നേഹിക്കണമെന്ന് ഇഷ്ടപ്പെട്ട ഒരാൾ, ആ വ്യക്തിയുടെ അവഗണന നിങ്ങൾക്കൊട്ടും സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ആ വ്യക്തി നിങ്ങളല്ലാത്ത മറ്റാരുമായിട്ടൊക്കെ നല്ല ബന്ധം സൃഷ്ടിക്കുകയും അതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. എന്തുകൊണ്ട് ആ വ്യക്തി എന്നെ മാത്രം സ്നേഹിക്കുന്നില്ല, എന്നെ മാത്രം ഇഷ്ടപ്പെടുന്നില്ല, മനഃപൂർവ്വം നിങ്ങളെ ഒഴിവാക്കിയതാണെന്നോ മനഃപൂർവ്വം നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കുകയാണെന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നു. അങ്ങനെ ആ വ്യക്തിയുടെ ഇഷ്ടക്കേട് ഒരുപാട് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമമായി. ജീവിതത്തിൽ എന്തുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല, എന്തുകൊണ്ട് ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നില്ല എന്നൊക്കെ നിങ്ങളെപ്പോഴും കരുതിയിരുന്നു. അങ്ങനെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹപ്രകാരം നിങ്ങൾ ആഗ്രഹിക്കുകയാണ്, ആ വ്യക്തി എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ. നിങ്ങളെപ്പോഴും ഇഷ്ടപ്പെടുകയാണ്, ആ വ്യക്തി നിങ്ങളെ ഒന്ന് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലെന്ന്. അങ്ങനെ ആ വ്യക്തിയുടെ സ്നേഹം, ആ വ്യക്തിയുടെ ഇഷ്ടം, അത് ഒരുപാട് നിങ്ങൾ മോഹിച്ചിരുന്നു. അത് ഒരുപാട് കിട്ടിയിരുന്നെങ്കിലെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത്, എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലെന്ന് നിങ്ങൾ ചിന്തിച്ച ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. ജീവിതത്തിൽ
ആ വ്യക്തി എന്തുകൊണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഒരുപാട് ദുഃഖിച്ചൊരു വ്യക്തിയാണ്. നിങ്ങളെപ്പോഴും ആഗ്രഹിച്ചത് ആ വ്യക്തിയുടെ സ്നേഹം ഇടതടവില്ലാതെ നിങ്ങൾക്ക് കിട്ടാനാണ്. പക്ഷെ ഒരിക്കൽ പോലും ആത്മാർത്ഥമായിട്ട് നിങ്ങളെ അവഗണിക്കുകയല്ലാതെ ഇതുവരെ ആ വ്യക്തി സ്നേഹിച്ചിരുന്നില്ല. പക്ഷേ നിങ്ങളുടെ പോസിറ്റീവ് എനർജിയുടെ കരുത്ത് കൊണ്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ പോകുന്നു. ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാൻ പോകുന്നു. ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പോകുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളിലേക്ക് എത്തുന്നു. ഒരിക്കൽ പോലും ആർക്കും അത് തടയാൻ കഴിയില്ല. നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ സ്നേഹവുമായി നിങ്ങളുടെ പടിവാതിക്കൽ ആ വ്യക്തി എത്തുന്നു. നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും, എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. അത് നിങ്ങൾക്കുള്ള ഒരു സമ്മാനമാണ്. നിങ്ങൾക്കുള്ള ഒരു ജീവിതത്തിൽ നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങളത് ആസ്വദിക്കുക. കാരണം നിങ്ങൾക്കുള്ളതാണ് അത്. ഒരുപാട് അവഗണനകൾ സഹിച്ച് നിങ്ങൾ പോയപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഇത് നടക്കില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരെല്ലാവരും നിങ്ങളോട് കളിയാക്കിയപ്പോഴും നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് നൽകുന്ന ഒരു ഉറപ്പാണത്. നിങ്ങളത് അനുഭവിക്കുക, ആസ്വദിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.